കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാഗ്യമുള്ള മുഖ്യമന്ത്രിയാണ്. പെൻഷൻ തുക ഒന്ന് വർദ്ധിപ്പിക്കാം, എന്നിട്ട് പാവപ്പെട്ടവരെ താൽക്കാലികമായിട്ടൊന്ന് പറ്റിക്കാം എന്നുള്ള വ്യാമോഹത്തോട് കൂടിയിട്ട് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നു. കോൺഗ്രസിന്റെ ആളുകൾ പ്രതികരണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല PM ശ്രീ പദ്ധതി എന്താണ് എന്നതിനെ കുറിച്ച്. അവർ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ മുന്നിൽ തലകുനിച്ചിരിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായി. തങ്ങളെപ്പോലെയുള്ള ഒരു ജനകീയ നേതാവ് എവിടെയായിരിക്കും മത്സരിക്കുക എന്ന് ഉറ്റുനോക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ. തീർച്ചയായിട്ടും ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കുന്നത്. നമസ്കാരം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം, അതിനാണല്ലോ ഒരു സാധ്യത. ഏതായാലും മുന്നണികളെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയടക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് പ്രതിപക്ഷവും BJPയും ഒക്കെ. എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. നമസ്കാരം. നമസ്തേ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ നിയമസഭയ്ക്ക്. സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷേ അതിൽ മുന്നിട്ട് നിൽക്കുക ശബരിമല സ്വർണ്ണക്കവർച്ച തന്നെ ആയിരിക്കില്ലേ? ഒന്ന്, ഈ ഗവൺമെൻറ് പരിപൂർണമായിട്ട് പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്. എന്നാൽ ഭാഗ്യവശാൽ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ശ്രീമാൻ നരേന്ദ്രമോദി അളവിൽ കവിഞ്ഞ സ്നേഹവും കാരുണ്യവും കേരളത്തിലെ ജനങ്ങളോട് അർപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭാഗ്യമുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചോദിക്കുന്നതും ചോദിക്കാത്തതും ഈ കേരളത്തിൻ്റെ സമസ്ത മേഖലയുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഏതെങ്കിലും വികസനങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അതത്രയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ പാവപ്പെട്ടവർ തങ്ങളുടെ പെൻഷന് വേണ്ടി യാചിച്ചതും അവർ റോഡിലിറങ്ങി സമരം നടത്തിയതും അവർ മൺപാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ പിച്ച തെണ്ടുകയാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞ ഇതേ പദം കേരളത്തിൻ്റെ മണ്ണിൽ പ്രയോഗിച്ചതും അതിന് നിരവധിയായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ദയനീയമായിട്ടുള്ള മുഖം കേരള സമൂഹത്തിൻ്റെ മുന്നിൽ കണ്ടതും എല്ലാം നമ്മുടെ മനസ്സിനകത്ത് നിലകൊള്ളുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ ഒരു വികസനത്തിലും ശ്രദ്ധിക്കാൻ തങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടെ സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട സാഹചര്യത്തിലും തീരുമാനമെടുത്തിട്ടുള്ളത് ഒരു കാര്യം ചെയ്യാം, എന്തായാലും കുറേ പെൻഷൻ ബാക്കിയുണ്ട്, അപ്പോൾ തൽക്കാലം പെൻഷൻ തുക ഒന്ന് വർദ്ധിപ്പിക്കാം, എന്നിട്ട് പാവപ്പെട്ടവരെ താൽക്കാലികമായിട്ടൊന്ന് പറ്റിക്കാം എന്നുള്ള വ്യാമോഹത്തോട് കൂടിയിട്ട് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നു. ഏതാണ്ട് അത് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന്, സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും പറയുകയാണ്. മുട്ടുമ്പോൾ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ കൃത്യമായി അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ നിന്നുണ്ടാകുന്നത് ഒരു തരിമ്പ് പോലും രാഷ്ട്രീയ താല്പര്യമില്ലാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സേവകനെ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ആ ഭരണകൂടം അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു PM ശ്രീ പദ്ധതി വിവാദം കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ആ പദ്ധതിയിൽ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. CPIയുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് ഈ പദ്ധതി വരുന്നത് BJPയും സംസ്ഥാനത്തെ CPMും തമ്മിലുള്ള ഒരു ഡീലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ നമ്മുടെ സർക്കാർ ഒപ്പിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടോ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. കോൺഗ്രസിലെ പ്രഗത്ഭമതികളായിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ പ്രതികരണങ്ങൾ
ഉന്നയിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല PM ശ്രീ പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച്. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ഭരണകൂടം പ്രതിപക്ഷവും ചേർന്ന്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചേർന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. എന്തുകൊണ്ടാണ് 1 കോടി രൂപ ഒരു സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂള്, അതാണല്ലോ സർക്കാർ സ്കൂളിനെ കുറിച്ചുള്ള നിർവചനം, അങ്ങനെയുള്ള സ്കൂളിലേക്ക് കിട്ടുന്ന ഒരു സ്കൂളിന് 1 കോടി രൂപ കിട്ടുന്ന എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഔന്നത്യങ്ങളും ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന PM ശ്രീ പദ്ധതിയെ നാളിതുവരെ വഴിതെറ്റിച്ചത് മുഖ്യമന്ത്രി മാത്രമല്ല, CPIM മാത്രമല്ല, CPI മാത്രമല്ല, കൂട്ടുത്തരവാദികളാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടില്ല? ഇത്ര വർഷം കുട്ടികളുടെ പോയില്ലേ? അപ്പോൾ ഇത്രയും, അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വികസനത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 2000-2500 കോടിയോളം വരുന്ന തുക അത് വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടാണ് നാളിതുവരെ ഇവർ പരിശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി വിദ്യാഭ്യാസ മേഖലയിൽ നാളെ ഇതൊരു ചോദ്യചിഹ്നമായിട്ട് മാറുമെന്നും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ എന്തുകൊണ്ട് കളഞ്ഞു എന്നുള്ളതും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഓരോ പൊതുയോഗങ്ങളിലൂടെ ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി ഗത്യന്തരമില്ലാതെ ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല, ഞങ്ങൾ ഇത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യാജാന ഇപ്പം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത സംസ്ഥാനത്തെ കണ്ടുപഠിക്കണം. ഓരോ സംസ്ഥാനങ്ങളും ഭരണം ആര് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല, അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത്രയും കേരളത്തിലേക്ക്, അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ കേരളത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ എത്ര മെല്ലെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പരിശ്രമിക്കുന്നത് എന്നതും ഈ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ഈ PM ശ്രീ പദ്ധതിയുടെ ഗുണഗണങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോഴാണ് CPM മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയത്, അതുകൊണ്ടാണ് അതിലേക്ക് പോയത് എന്ന് കരുതാനാവുമോ? അവർക്ക് നേരത്തെയും അറിയാമല്ലോ, ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അറിയാം. അവർ തന്നെയാണ് ഇതിനെ എതിർത്തിരുന്നത്. CPIക്കൊപ്പം ഈ CPMും ഇത് എതിർത്തിരുന്നതാണ്. അവർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിലൊരു മാറ്റം വരുമ്പോഴാണ്, അവരുടെ തീരുമാനത്തിൽ മാറ്റം വരുമ്പോഴാണ് വലിയ സംശയങ്ങൾ ഉയർന്നത്. അതാണ് പ്രതിപക്ഷം പറയുന്നത്. അവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടാവുന്നത്, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നാണ് പറയുന്നത്. RSS അജണ്ട നടപ്പാക്കുകയാണ് സർക്കാർ ഇവിടെ എന്നാണ് അവരുടെ ആരോപണം. അല്ല, ഇവർക്ക് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടതുകൊണ്ടല്ല ഈ പദ്ധതിയിലേക്ക് അവർ വരേണ്ടി വന്നത്. അവർ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ മുന്നിൽ തലകുനിച്ചിരിക്കേണ്ടി വരും എന്നുള്ള ബോധ്യം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് ഓരോ വകുപ്പുകളിൽ നിന്നും എത്ര കോടി രൂപ കേരളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്, അത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്, എത്ര നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്, എത്ര ഇവിടുത്തെ സാധാരണക്കാരുടെ ആ വീടുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ കിട്ടിയിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ തിരിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി കണക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വഴിയിലേക്ക് വന്നതാണ്. ശരി, നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് തദ്ദേശം തന്നെയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഉള്ളത്. അതിൽ BJPയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നമ്മുടെ കോർപ്പറേഷനുകൾ, പ്രതീക്ഷയുള്ള കോർപ്പറേഷനുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ എന്നും BJP പ്രതീക്ഷിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത്? എന്താണ്? അല്ല, വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവൃത്തി ബൂത്ത് തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കും ചിട്ടയോടും കൂടിയിട്ട് മണിക്കൂറുകൾ, അതായത് മുമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും സ്പീഡ് കൂടുകയാണ് പാർട്ടിക്ക്. കാരണം ഒരുപാട് പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്, അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മാറാത്തത് മാറും എന്നുള്ള
മുദ്രാവാക്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വികസിത കേരളം എന്നുള്ള സ്വപ്നം അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, ഇപ്പോഴത്തെ പ്രസിഡന്റുണ്ട്, ഇപ്പോഴത്തെ ഭാരവാഹികളുണ്ട്, ഏറ്റവും അടിസ്ഥാന ശിലയായിട്ടുള്ള ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു വലിയ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് 300-ലധികം വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാനും അല്ലെങ്കിൽ അവരുടെ പരാതികൾ പറയാനും ഒരു ഓഫീസിലേക്ക് കടന്നു വന്ന് അവരുടെ വീടായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കമ്മിറ്റി ഓഫീസിനെ കാണാൻ സാധിക്കുന്ന രീതിയിൽ വിവിധ ജില്ലകളിൽ വിഭാവനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം മാസങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അധികമില്ല, വിജ്ഞാപനം വരാറായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളേ ഉള്ളൂ നിയമസഭ, 2026 നിയമസഭ. താങ്കളെപ്പോലെയുള്ളൊരു ജനകീയ നേതാവ് എവിടെയായിരിക്കും മത്സരിക്കുക എന്ന് ഉറ്റുനോക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മത്സരിച്ചു എന്ന് പറഞ്ഞതുപോലെ 6 ജില്ലകളിൽ 9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒന്നുമില്ലാത്ത സമയത്തും ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടാലും ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒട്ടനവധി ആളുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും, ഇന്നത്തെ ഭരണപക്ഷത്തിനും ആ ഭരണപക്ഷത്തിൻ്റെ ഒട്ടേറെ ചെയ്തികൾ മൂടിവെക്കാൻ വേണ്ടി പരിശ്രമിച്ച് വിജയിച്ച പ്രതിപക്ഷത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു ചേരി തന്നെ കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. 2 പാർട്ടിയിൽ നിന്നും വലുതും ചെറുതുമായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റിന് അവിടെ പല കേന്ദ്രമന്ത്രിമാരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഈ കേരളം മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ദേശീയപാത വികസനം ഉണ്ടായിട്ടുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ, അത് തിരുവനന്തപുരത്തെ യുവ ശാസ്ത്രജ്ഞന്മാർക്കുള്ള പഠന കേന്ദ്രമാണെങ്കിലും അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കൊച്ചിയിലെ ഷിപ്പ് യാർഡ് ആണെങ്കിലും എവിടെ നോക്കിയാലും ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നാട് നീളെ കാണാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജനം ആഗ്രഹിക്കുന്നത് അവിടെ ഒരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ തട്ടുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മാറണം. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനൊരു ഫയൽ അവൻ്റെ ഒരു ആവശ്യവുമായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് 1 വർഷമോ 2 വർഷമോ കഴിയും എന്നുള്ള അവസ്ഥ മാറ്റിയിട്ട് ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കിട്ടാവുന്ന രീതിയിൽ അവർ 48 മണിക്കൂർ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ, അഴിമതി കുറയ്ക്കുന്ന രീതിയിൽ ഇവിടെ ഒരു നല്ല ഗവൺമെൻറ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജോലിക്കാരിയായിട്ടോ ജോലിക്കാരനായിട്ടോ പ്രവർത്തിക്കുക എന്നുള്ള മോദിജിയുടെ ആപ്തവാക്യത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ കേരളത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ജനത അവരതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള നിയമസഭയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിൽ എന്നോട് മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് ഒരു മറുപടി ഇപ്പോൾ പറയാൻ പറ്റൂ. ശരി, വളരെയധികം നന്ദി.